ഇഫ് എ പേഴ്സൺ ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കടം കൊടുക്കുവാണ് അല്ലെ. എത്ര രൂപയാ? 6,000 rupees ഫോർ 4 years. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു പ്രിൻസിപ്പൾ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിട്ടുണ്ട്. ആൻഡ് സോ 6,000 മാത്രമല്ല വേറെ എമൗണ്ട് അയാൾ കടം കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് അയാൾ വേറൊരു പ്രിൻസിപ്പൾ തന്നിട്ടുണ്ട് ഫോർ 3 years. ഇവിടെ വേറൊരു നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ ഇതിനെ ഞാൻ P1 N1 എന്ന് വിളിക്കാം, ഇതിനെ നമുക്ക് P2 N2 എന്ന് വിളിക്കാം. ഡിഫറെന്റ് ആയിട്ടുള്ളതായതുകൊണ്ട്. ഓക്കെ, അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഇൻട്രസ്റ്റ്, അതായത് രണ്ടുപേർക്ക് കടം കൊടുത്തല്ലോ, ഒരാൾക്ക് 8,000 rupees ഒരാൾക്ക് 6,000 rupees. അപ്പൊ രണ്ടുപേരിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ ഇൻട്രസ്റ്റ്, ഇതിന്റെ ഇൻട്രസ്റ്റ് പ്ലസ് ഇതിന്റെ ഇൻട്രസ്റ്റ്. ഏൺ ഈസ് ₹2,400. Then the rate of interest. Rate of interest ആറിന്റെ വാല്യൂ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. സോ ദാറ്റ് ഈസ് പെർസെന്റേജ് വാല്യൂ. ഓക്കെ, സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ 2,400 എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും ഇവിടുന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും കൂടെ പ്ലസ് ചെയ്തല്ലേ. ഓക്കെ, സോ ഞാൻ ഇക്വേഷൻ ഫോം ചെയ്യണേ. പിൻ പ്ലസ് പിൻ ഈക്വൽ ടു 2,400 അല്ലെ. രണ്ട് സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അല്ലെ. പിന്നെ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല അല്ലേ, PRT ഡിവൈഡ് ബൈ 100ന്റെ മറ്റൊരു ഫോർമുല. ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ ഞാൻ എടുക്കുവാണ്, പിയുടെ സ്ഥാനത്ത് 6,000 കൊടുക്കുവാണ്, ഇൻറ്റു ഐ എന്താണെന്നുള്ളത് എനിക്ക് അറിയൂല. എന്നെ അവിടെ ഞാൻ എന്തായിട്ട് കൺസിഡർ ചെയ്യാണ്, ഈ 6,000 ഈ 4 കൊടുക്കുന്നത് 4 പ്ലസ് ഇനി അടുത്തൊരു പിൻ ഉണ്ട് അല്ലേ. സോ അവിടുത്തെ പ്രിൻസിപ്പൽ P2 ആണ്, ദാറ്റ് ഈസ് 8,000 ഇൻറ്റു അവിടെയും ഐ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല, അവിടുത്തെ നമ്പർ ഓഫ് ഇയേഴ്സ് വരുന്നത് 3 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 2,400. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, സോ ഞാനിത് എന്ത് ചെയ്യുവാണ്, കാൽക്കുലേറ്റർ എടുത്ത് ചെയ്യുവാണ്. രണ്ടിനകത്തും കോമൺ ആയിട്ട് ആരുണ്ട്, രണ്ടിനകത്തും കോമൺ ആയിട്ട് ഐ ഉണ്ട്. സോ ഞാൻ ഐനെ പിടിച്ച് പുറത്തിടുവാണ്. ഐനെ പിടിച്ച് പുറത്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കിട്ടുന്നത് 6,000 ഇൻറ്റു 4. ഓക്കെ, ഇതിനെ ഞാൻ ഇൻറ്റു ചെയ്യണേ. 6,000 ഇൻറ്റു 4 കാൽക്കുലേറ്റർ എടുത്ത് പ്ലസ് എടുത്ത് ചെയ്യാം കേട്ടോ. 6,000 ഇൻറ്റു 4 ഈക്വൽ ടു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ 24,000 കിട്ടും. പ്ലസ് ഇനി ഐ പുറത്ത് പോയല്ലോ, പിന്നെ ബാക്കിയോടെ ആരുണ്ട്, 8,000 ഇൻറ്റു 3 ഉണ്ട്. അപ്പൊ എനിക്ക് എത്ര കിട്ടും, 24,000 കിട്ടും. ഈക്വൽ ടു 2,400. ഓക്കെ ആണല്ലോ. സോ ഇനി കാൽക്കുലേറ്റർ എടുക്കുക. 24,000 പ്ലസ് 24,000. അപ്പൊ എനിക്ക് ആൻസർ കിട്ടിയത് 48,000. സോ 48,000 ഐ ഈക്വൽ ടു 2,400. അപ്പൊ ഐയുടെ വാല്യൂ എന്തായിരിക്കും വരിക, 2,400 ഡിവൈഡഡ് ബൈ 48,000. അപ്പൊ എനിക്ക് ആൻസർ കിട്ടുന്നത് 0.05 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെർസെന്റേജിലോട്ട് മാറ്റാൻ പറ്റും. ദാറ്റ് ഈസ് 5%. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കേസാണ് കേട്ടോ, വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കേസാണ്. കാൽക്കുലേറ്റർ എടുത്ത് നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. കാൽക്കുലേറ്റർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഡയറക്റ്റ് ഒരു സ്റ്റെപ്പ് കാണിച്ചു തരാം. കാൽക്കുലേറ്റർ എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ്, നമ്മൾ ഐനെ കോമൺ ആയിട്ട് പുറത്തെടുത്തില്ലേ. സോ കാൽക്കുലേറ്റർ എടുക്കുക. 6,000 ഇൻറ്റു 4 m പ്ലസ് 8,000 ഇൻറ്റു 3 m പ്ലസ് ബാക്കി താഴെ എഴുതുകയാണ് 2,400 ഡിവൈഡഡ് ബൈ MRC ഈക്വൽ ടു. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനലി എന്ത് കിട്ടും, ഈ ഒരു ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. സോ ബാക്കിയുള്ള അതിന്റെ താഴെയുള്ള 2-3 സ്റ്റെപ്പിന്റെ ഒന്നും ആവശ്യം നമുക്ക് വരില്ല, വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ നിങ്ങൾക്ക് അതിന്റെ ലോജിക്ക് സ്റ്റെപ്പ് കോൺസെപ്റ്റ് കാണിക്കാൻ വേണ്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി കാണിച്ചത് മാത്രം. ഓക്കെ, സോ ഈസി. ബൈ.